ഇപ്പൊ നീ ഓഫാക്കി നീ പറ അത് കട്ട് ചെയ്യോ നീ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് സെറ്റ് ചെയ്യണം. ഭാര്യനെ പേടിച്ചിട്ടല്ലേ ഞാൻ തന്നെ കടയിൽ പോയി വാങ്ങിച്ച ഗോൾഡാണ്. 5 മിനിറ്റ്സിലാണ് ഈ സിഗരറ്റ് ഇത്ര പോയത്. പുക വന്നേക്കണുണ്ട ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ഇല്ല എന്തോരം പുകയുണ്ടെന്ന്. ഇപ്പൊ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് എന്തോരമാണ്. ജസ്റ്റ് 1 സിഗരറ്റിലാണ് ഇത്രയും ഇതിന്റെ കറയാണ് ഈ കാണുന്നത്. ഹേ ഗായ്സ്, ദിസ് ഈസ് മല്ലു മെന്റലിസ്റ്റ് വിഷ്ണു. എൻ്റെ കൂടെയുള്ളത് ജുബിനാണ്. അച്ചായ നമസ്കാരം. നമസ്കാരം. അച്ചായനും ഞാനും കോളേജ് ടൈം തൊട്ടുള്ള ഫ്രണ്ട്സാണ്. ഇപ്പോൾ ദുബായിൽ നിന്ന് ഇപ്പോൾ വന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ നോർമൽ വീഡിയോസിൽ പെർഫോമൻസ് കാര്യങ്ങളല്ലേ, ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. അച്ഛാ പുതിയ വർഷമൊക്കെ ആണല്ലോ, അപ്പം എന്താണ് ന്യൂ ഇയർ ആയിട്ട് പുതിയ തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ? തീരുമാനങ്ങൾ കുറേ ഉണ്ട്. എന്താ ലൈക്ക് നല്ല ശീലങ്ങൾ ഒക്കെ എന്തെങ്കിലും ശീലങ്ങൾ തുടങ്ങാനോ എന്തെങ്കിലും ശീലങ്ങൾ കുറച്ചും കൂടെ ക്യാമറ ഇൻട്രോവേർട്ട് ആണ്. എന്താ ശീലങ്ങൾ ഇവിടെ പറ. നീ ഓഫാക്കി നീ പറ അത് കട്ട് ചെയ്യോ നീ കട്ട് ചെയ്ത എന്താണ് ശീലങ്ങൾ കാര്യങ്ങളൊക്കെ? സിഗരറ്റ് വലിയ നിർത്തുന്നു പറയണോ? നീ വലിയ തുടങ്ങിയ ഓക്കെ. കുറച്ചും കൂടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഭാര്യനെ പേടിച്ചിട്ടല്ലേ? പുള്ളിക്ക് ഭാര്യനെ ഇത്തിരി പേടിയുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യട്ടെ, നമ്മളൊരു വലിയനെ പറ്റിയാണ്, സിഗരറ്റ് വലിയനെ പറ്റിയാണ് ഒരു സംഭവം ചെയ്യണേ. നമ്മളൊരു സിഗരറ്റ് വലിക്കുമ്പോൾ അതിൽ ഒരു ഒറ്റ സിഗരറ്റിൽ വലിക്കോ? ഇല്ലടാ, ഞാൻ വലിയില്ല. ഞാൻ വലി ഉള്ളതും ഇല്ലാത്തതല്ല പ്രശ്നം. ഇപ്പോൾ വലിക്കുന്നത് മോശമാണോ നല്ലതൊന്നും നമ്മൾ പറയുന്നില്ല, എല്ലാവരുടെയും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷെ എന്താണ് ആ വലിച്ചു കഴിയുമ്പോൾ പുക വലിച്ചു കയറ്റുമ്പോൾ എന്താ ഉണ്ടാവണേന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ. അല്ലെങ്കിൽ വലിക്കരുതെന്നോ വലിക്കണമെന്നോ ഒന്നും നമ്മൾ പറയാൻ ഞാനാളല്ല, നമ്മളാളല്ല. പക്ഷെ നമ്മൾ എന്താന്ന് വലിക്കരുത് ഓക്കെ അല്ല, നമ്മൾ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ എന്താണ് ഇതിൽ ഉണ്ടാവണേന്ന് ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് ജസ്റ്റ് അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ, ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഞാൻ കുറച്ച് സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛാ ഇതൊക്കെ കണ്ടിട്ട് എന്താ ഫീൽ ചെയ്യുന്നത്? കുപ്പി. ഇതെന്താ കുപ്പി മൂത്രമൊഴിക്കാൻ നിൽക്കുവാണ്? ഇതോ ഇതിലേക്കൂടെ സാധനം വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ പോകണല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് പുകയാണ്. പുക വന്ന കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ട്. അല്ല, ഞങ്ങളതിന് ഞാൻ തന്നെ കടയിൽ പോയി വാങ്ങിച്ച ഗോൾഡാണ്. ഇത് ജസ്റ്റ് 1 സിഗരറ്റ് ആണ്. ഈ സിഗരറ്റ് ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഈ കുപ്പിയിലേക്ക്, ഇതിൻ്റെ പുക. അപ്പോൾ നമ്മളെത്ര സിഗരറ്റ്, നമ്മളല്ല വലിക്കുന്നവരെ എത്ര സിഗരറ്റ് വലിക്കുന്നുണ്ടാവും നമുക്കറിയില്ലല്ലോ, അതിൽ ചോദിക്കും. ഇത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് 1 സിഗരറ്റ് ആണ് ഇത് കത്തിക്കൊണ്ടിരിക്കണം. ഞാനിത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് ചെയ്തത്, പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഫുള്ള് കൂടുന്നുണ്ടല്ലേ? വെള്ളം കൂടുന്നുണ്ട്. അതിൻ്റെ സയൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായ അതാണ് ക്ലാസ്സിൽ കയറണമെന്ന് പറയുന്നത്. ഇത് ഫുള്ള് സർപ്രൈസ് ആണ്. ടീച്ചറെ വിളിച്ച് ചോദിക്കും. ടീച്ചർ ഇത് ഓരോ സെക്കൻഡ് കഴിയുന്നതും ഒരു സിഗരറ്റിൽ നിന്ന് ഇത്രയും പുകയാണ്. അപ്പോൾ നമ്മൾ ഒരാൾ വലിച്ചെടുക്കണം ഒരു ഡേ അല്ല, ജസ്റ്റ് ഒരു 1 സിഗരറ്റ്. നമ്മുടെ ലെങ്സിൻ്റെ സൈസ് എത്രയാണെന്ന് അറിയോ? അല്ലാതെ ലിവറല്ല, അത് ലിവർ വളരെ കുഞ്ഞു സ്പോഞ്ച് പോലെ സാധനത്തിലോട്ടാണ് നമ്മൾ ഈ സാധനം വലിച്ചെടുക്കണം. ജസ്റ്റ് 1 സിഗരറ്റ് കണ്ടാ നിറഞ്ഞു. ഡൗട്ട് വെച്ചേ, യെസ്, ഈ സാധനത്തിന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ ആൾക്കാർ വലിക്കുന്നത്? ശരിയാണ്, ശ്രീലങ്കയുടെ മാപ്പ് പോയത്. എവിടെ എക്സ്പ്രഷൻ ഒന്നുകൂടെ ഇടൂ, എക്സ്പ്രഷൻ ഒന്നുകൂടെ പ്ലീസ്. നോക്കൂ, നമ്മുടെ എക്സ്പെരിമെന്റ് കാണാൻ വന്ന ഒരു കുട്ടിയാണിത്. ഇത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യണേ, എന്താന്ന് മനസ്സിലായ? എന്താ
സിഗരറ്റ് ഇത് കത്തിക്കുമ്പോൾ ഇതെന്താ ഈ വന്നെ. അപ്പോൾ ഒരാൾ വലിക്കുമ്പോൾ ലങ്സിന്റെ ഉള്ളിൽ കയറുന്ന ഇത്രയും പുക ലങ്സിൽ കയറുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഹെൽത്തി ആണോ അതോ അൺഹെൽത്തി ആണോ? അൺഹെൽത്തി ആണ്. അപ്പോൾ അത് ജസ്റ്റ് കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തേ? നമുക്കിപ്പോൾ നോർമലി ഒരാൾ ഇപ്പോൾ സിഗരറ്റ് വലിക്കണൊക്കെ റോഡിൽ നിന്ന് കാണില്ലേ, അപ്പോൾ ഇത്രയും വലിക്കണ്ടെന്ന് അറിയുമായിരുന്നോ? ഇത് കണ്ടപ്പോഴല്ലേ അത് ഫീൽ ചെയ്തത്. ആക്ച്വലി നമ്മളും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു കുട്ടി ഇതൊക്കെ കണ്ടല്ലോ അല്ലേ. ഞാനും അതെ, അച്ഛനും ദുബായിൽ നിന്ന് കാണാൻ പറ്റി. ഇത്രയും പുകയാണ് ഒരാൾ ദുബായ് പറയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പുക വരെയുണ്ട്. നമ്മൾ ജസ്റ്റ് നോർമലി ഈ ഒരു പഞ്ഞി ഒന്നുണ്ട്. പോകണല്ലോ. പോകുന്നുണ്ട് ഇവിടെ. എവിടെ? നിങ്ങളിപ്പോൾ കണ്ടറില്ല, നമ്മൾ കുറച്ച് നേരം ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പുക ഫുള്ള് മുകളിലേക്ക് കയറി നിറഞ്ഞുണ്ട്. അപ്പോൾ നമ്മളൊരു കോട്ടൺ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഈ കോട്ടണിൽ എന്തുമാത്രം ഇതിൻ്റെ പുകയുണ്ട്. ജസ്റ്റ് 1 സിഗരറ്റിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ എത്രയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിതുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് എന്തോരമാണ്. ജസ്റ്റ് 1 സിഗരറ്റിലാണ് ഇത്രയും ഇതിന്റെ കറയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല, ജസ്റ്റ് കത്തിച്ചവിടെ വെച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ സിഗരറ്റ് വലിക്കുമ്പോൾ അവിടെ കുട്ടികളുണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും. അവരിത്രയും സാധനമാണ് അവർ വലിച്ചെടുക്കണം എന്നുള്ള സാധനം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ വീഡിയോ ചെയ്തത്. അല്ലാതെ നിങ്ങളുടെ ഹാബിറ്റിനെ പറയാൻ നമ്മൾ ആരുമല്ല. ഇതിപ്പോൾ ബേസിക് ആയിട്ട് കാണാം. ഒറ്റ സിഗരറ്റിലാണ്, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഒറ്റ സിഗരറ്റിലാണ് ഇത്രയും കറ വന്നേക്കണേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി വെച്ചാൽ നമ്മൾ വലിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ലെങ്സിലോട്ട് എന്തോരമാണ് കയറണേ. ഇത് കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത് കൂട്ടാ? ഈ ചെറിയ ലെങ്സിൽ ഇത്രയും കയറുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിശയമായി. അല്ല ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഡൗട്ട് ഉണ്ട് ചോദിക്കാൻ. ഇപ്പൊ നിങ്ങൾ മോൻ എത്ര വയസ്സായി? ഒരു പബ്ലിക് സ്പേസിൽ പോലും ഇപ്പൊ ചിലർ മോൻ കേട്ടോണ്ടോന്ന് അറിയില്ല, വലിക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് കൂടെ നിൽക്കുന്നവർക്കാണ് കൂടുതൽ ഡേഞ്ചറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 11 വയസ്സായ മോൻ പോകുമ്പോൾ അവിടെ വേറെ ചേട്ടന്മാരോ ചേച്ചിമാരോ ആരൊക്കെ ഇതിലൊക്കെ വലിക്കണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടാറുണ്ട്. അപ്പോൾ അത്രയും നമ്മളതും ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രയും കറയാണ് ജസ്റ്റ് 1 സിഗരറ്റിൽ കയറിയേക്കണേ. അപ്പോൾ നമ്മുടെ യങ് പിള്ളേരെ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ കാര്യമില്ല. നമ്മൾ ഓഫ് കോഴ്സ് നമ്മളത് ചെയ്യണം. അതിനുവേണ്ടി മാത്രമാണ് ജാനുവരി 1 ന്യൂ ഇയർ ആയിട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തത്. അല്ലാതെ നമ്മൾ ഹാബിറ്റിനെ പറ്റി ഒന്നും പറയാനല്ല. ഇത് വലിക്കുന്നത് തന്നെ അവരുടെ ഫ്രണ്ടിൽ തന്നെ ഈ സിഗരറ്റിന്റെ കുട്ടിയുടെ ഫ്രണ്ട് ഇതിൻ്റെ ബോക്സിൽ തന്നെ ഉണ്ട്. അതെ, ഇപ്പോൾ ഇത് കണ്ടല്ലോ. ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? അങ്ങനെയല്ല, ഇപ്പൊ സിഗരറ്റിനെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ് പുക ഇത് കാണുമ്പോൾ സിഗരറ്റ് വലിക്കാൻ ഇനി ഞാൻ സിഗരറ്റ് വലിക്കില്ല എന്നൊരു ഇത് തോന്നില്ലേ? എന്റെ കൂട്ടുകാരോട് ഞാനിത് പറയുമെന്ന് തോന്നില്ലേ? അല്ല, ഇനി ഭാവിയിൽ മുമ്പോട്ട് പോകുമ്പോ സിഗരറ്റ് വലിക്കുന്ന കൂട്ടുകാരും കാണും. നമ്മള് ജീവിക്കുന്ന ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാല് ഓഫ് കോഴ്സ് സ്മോക്കേഴ്സ് ഉള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ദേർ ഈസ് എ ടെൻഡൻസി ടു സ്മോക്ക്, റൈറ്റ്? അപ്പോൾ ഒരു ഫ്രണ്ടിനോട് നിങ്ങൾ പറയുമോ? ഞാൻ പറയൂല, ഇത് കണ്ടില്ലേ ഇപ്പം ഇത്രയും സ്മോക്ക് ഒരാളുടെ ഉള്ളിൽ കയറുന്നതെന്ന്. അതെ, അന്നേരം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കൂല അവരോട് സ്മോക്ക് ചെയ്യണോ. അല്ല, സ്മോക്ക് ചെയ്യണ്ടെന്ന് നിങ്ങൾ പറയത്തില്ലേ? ആ പറയും. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ നിങ്ങളുടെ ഹാബിറ്റിനെ പറ്റി ഒന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ എനിക്ക് തോന്നി. അപ്പോൾ ജുബിൻ ഇവിടെ ഇല്ല, ചായൻ ദുബായിലാണ്. അപ്പോൾ വന്നപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അല്ലേ? ഇനി ദുബായ് പറഞ്ഞിട്ടുണ്ടോ വായടിച്ച വിളിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു. അപ്പോൾ വലിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് നിങ്ങൾ വലിച്ചു കൂട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വലിക്കുമ്പോഴും ശ്രദ്ധിക്കുക, അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക്
എഫക്റ്റ് ആവാത്ത രീതിയിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ, ഫോളോ മീ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, മല്ലു മെന്റലിസ്റ്റ് വിഷ്ണു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ന്യൂ ഇയർ.